ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ 3ാമത്തെ പാഠം കാറ്റ് കടല്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ വാതിൽ നിർഭയ എന്നുള്ള കവിതയുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ കാറ്റു പറഞ്ഞെന്നുള്ള കവിതയുടെ ആശയത്തിന്റെ ക്ലാസ്സും കവിത റീഡ് ചെയ്യുന്ന ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറ്റു പറഞ്ഞത് എന്നുള്ള പാഠത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മുഴുവൻ ചോദ്യോത്തരങ്ങളും ഉണ്ട്. അപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ കവിതയുടെ ആശയം മുഴുവനായിട്ടും കവിത നമ്മൾ റീഡ് ചെയ്തിട്ട് ഓരോ വരിയുടെ ആശയവും നമ്മൾ വ്യക്തമായിട്ട്, അതുപോലെ കവിതയുടെ ആശയ രൂപത്തിൽ നമ്മൾ എഴുതിയതും നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലുണ്ട്. 3ാമത്തെ യൂണിറ്റ് ഫസ്റ്റ് ക്ലാസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ചെക്ക് ചെയ്തെന്നൊക്കെ കാണാൻ പറ്റും. മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത്? അപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ അറിയണമെങ്കിൽ എന്തറിയണം? കവിതയുടെ ആശയം എന്താണെന്ന് അറിയണം അല്ലേ? അപ്പൊ കവിതയുടെ ആശയം നന്നായി മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക? ചോദ്യോത്തരങ്ങൾ ചെയ്തു തുടങ്ങുക. അപ്പൊ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത്? ആരോട് നിർദ്ദേശിക്കുന്നത്? കുട്ടിയോട് അല്ലെ? കുട്ടിയും കാറ്റും തമ്മിലുള്ള സംഭാഷണമല്ലേ കവിത. അപ്പൊ കുട്ടിക്ക് എങ്ങനെയൊക്കെയാണ് കാറ്റ് തന്നെ കാണാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് അതിന്റെ ആൻസർ? എന്താ? കാറ്റിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല, എന്നാൽ പല രീതിയിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. കാണാൻ സാധിക്കില്ലെങ്കിലും തലോടലായി ഞാൻ എന്നും നിന്റെ കൂടെയുണ്ട് എന്ന് കാറ്റ് കുട്ടിയോട് പറയുന്നു. നീ തൊട്ടിലിൽ കിടക്കുന്ന പ്രായം തൊട്ട് കാറ്റായി ഞാൻ നിന്റെ കൂടെയുണ്ട്. വീടിനകത്തും പുറത്തും ഒരു വിശറിയായി ഞാൻ നിനക്ക് വീശി തരുന്നില്ലേ? ഇവിടെ തരുന്നില്ലേ എന്നാണ്, തരുന്നില്ലേ എന്നും കാറ്റ് കുട്ടിയോട് ചോദിക്കുന്നു. ഇലകളെ ഞാൻ ആട്ടുന്നത് നീ കാണാറില്ലേ എന്നും പീപ്പിയും ഓടക്കുഴലും ഒക്കെ പാടുമ്പോൾ ശബ്ദമായി നീ എന്നെ കേൾക്കുന്നില്ലേ എന്നും കാറ്റ് പറയുന്നു. തിരമാലകൾ ഇളക്കി ഞാൻ കളിച്ച് നിന്റെ നാവിൻ തുമ്പിൽ ഉപ്പിന്റെ രുചിയിൽ എത്തുമ്പോൾ നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ എന്ന് കാറ്റ് കുട്ടിയോട്, ആരാ ചോദിക്കുന്നത് എന്ന് കാറ്റ് കുട്ടിയോട് ചോദിക്കുന്നു. സന്ധ്യയ്ക്ക് വിരിയുന്ന പൂവിന്റെ ഗന്ധമായി ഞാൻ നിന്റെ ശ്വാസത്തിൽ അലിയുന്നു. നിന്റെ ശ്വാസമായി എന്നും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കാറ്റ് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ തന്നെ കാണാനും, അങ്ങനെ കണ്ട ഒരു കോമ ഇട്ടോളൂ കേട്ടോ. അങ്ങനെ തന്നെ കാണാനും തിരിച്ചറിയാനുമുള്ള ധാരാളം വഴികൾ കാറ്റ് കുട്ടിക്ക് നിർദ്ദേശിക്കുന്നു. അടുത്ത ചോദ്യം, ഞങ്ങൾ 5 എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ. കാറ്റു പറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്യൂ. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്? ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ്. കാരണം ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഞങ്ങൾ 5 എന്നൊരു കവിത ചൊല്ലിത്തരും. എന്നിട്ട് ആ കവിതയും കാറ്റ് പറഞ്ഞത് എന്ന കവിതയും കൂടെ താരതമ്യം ചെയ്യുക. എന്തൊക്കെയാണ് അവിടെ, എന്താണ് ആ കവിതയിൽ, ഞങ്ങൾ 5 എന്നുള്ള കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറയണത്, നമ്മുടെ കാറ്റ് പറഞ്ഞത് കവിതയുമായി എന്ത് ബന്ധമാണ് ഈ ഞങ്ങൾ 5 എന്നുള്ള കവിതയിൽ ഉള്ളത്, രണ്ടും കൂടെ താരതമ്യം ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അത് ക്ലാസ്സിൽ ടീച്ചർ കവിത ചൊല്ലിത്തരും, ഞങ്ങൾ 5 എന്നുള്ള കവിത. അടുത്ത ചോദ്യം, അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തൂ. ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ തയ്യാറാക്കി എഴുതൂ. അതായത് ഈ കവിത നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ? വരികളിലെ അക്ഷരങ്ങളുടെ ആവർത്തനങ്ങൾ ഉണ്ട് അല്ലെ? അത് തന്നെയാണ് ഈ കവിതയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ അത്തരം വരികൾ കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. അപ്പൊ ഒന്നാമത്തെ, കണ്ണിൽ പെടാത്തൊരു കാറ്റേ നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം അല്ലെ? അവിടെ എന്നുള്ള ഒരു അക്ഷരം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അക്ഷരം. അടുത്തത്, തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ. മൂന്നാമത്തെ, തൊട്ടിലാടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ. 4, വീശി തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും. അടുത്തത്, സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും. കണ്ടോ? അപ്പൊ ഈ വരികളിലെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അക്ഷരങ്ങൾ, ആവർത്തിച്ചു വരുന്ന അക്ഷരങ്ങളാണ് ഈ വരികളുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലെ? അടുത്ത ചോദ്യം, കാറ്റു പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ. അപ്പൊ എന്താണ് ഇവിടെ പറയണത്? നമ്മുടെ ആശയം തന്നെയാണ് അല്ലെ? അതായത് നമ്മുടെ കവിതയുടെ ഒരു ആശയം തന്നെയാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഉത്തരം എന്താണെന്ന് നോക്കാം. കവി ഈ ജിനന്റെ കുരുത്തോലക്കിളി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് കാറ്റു പറഞ്ഞത് എന്ന കവിത. ഈ കവിതയിൽ എങ്ങനെയെല്ലാമാണ് മനുഷ്യ പ്രകൃതി അനുഭവിച്ചറിയുന്നത് എന്ന് വിവരിക്കുന്നു. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വരികളാണ് നമുക്ക് ഈ കവിതയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.
ഒരു കുട്ടിയും കാറ്റും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണ് കവിത. കണ്ണിൽ കാണാൻ സാധിക്കാത്ത പ്രകൃതിയുടെ ഒരു വരദാനമാണ് കാറ്റ്. ആ കാറ്റിനെ കാണാനുള്ള കുട്ടിയുടെ ആഗ്രഹത്തിൽ നിന്നുമാണ് കവിത തുടങ്ങുന്നത്. കാറ്റിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല, എന്നാൽ പല രീതിയിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. കുട്ടി കാറ്റിനോട് ചോദിക്കുകയാണ്, കണ്ണിൽ കാണാൻ സാധിക്കാത്ത കാറ്റേ, നിന്നെ കാണാൻ എന്താണ് മാർഗമെന്ന്. കുട്ടിയുടെ ആ ചോദ്യത്തിനുള്ള കാറ്റിന്റെ ഉത്തരമായാണ് തുടർന്നുള്ള വരികൾ. കാണാൻ സാധിക്കില്ലെങ്കിലും തലോടലായി ഞാൻ എന്നും നിന്റെ കൂടെയുണ്ട് എന്ന് കാറ്റ് കുട്ടിയോട് പറയുന്നു. നീ തൊട്ടിലിൽ കിടക്കുന്ന പ്രായം തൊട്ട് കാറ്റായി ഞാൻ നിന്റെ കൂടെയുണ്ട്. വീടിനകത്തും പുറത്തും ഒരു വിശറിയായി ഞാൻ നിനക്ക് വീശിത്തരുന്നില്ലേ എന്നും കാറ്റ് കുട്ടിയോട് ചോദിക്കുന്നു. ഇലകളിൽ ഞാൻ ആട്ടുന്നത് നീ കാണാറില്ലേ എന്നും പീപ്പിയും ഓടക്കുഴലും ഒക്കെ പാടുമ്പോൾ ശബ്ദമായി നീ എന്നെ കേൾക്കുന്നില്ലേ എന്നും കാറ്റ് പറയുന്നു. തിരമാലകൾ ഇളക്കി ഞാൻ കളിച്ച് നിന്റെ നാവിൻ തുമ്പിൽ ഉപ്പിന്റെ രുചിയിൽ എത്തുമ്പോൾ നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ എന്ന് കാറ്റ് കുട്ടിയോട് ചോദിക്കുന്നു. ഇവിടെ ഇല്ലേന്നാണ്. സന്ധ്യയ്ക്ക് വിരിയുന്ന പൂവിന്റെ ഗന്ധമായി ഞാൻ നിന്റെ ശ്വാസത്തിൽ അലിയുന്നു. നിന്റെ ശ്വാസമായി എന്നും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നും കാറ്റ് കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലും പ്രകൃതിയാണ്. ആ പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ കവിത. അടുത്ത ചോദ്യം. കുട്ടി കാറ്റിനെ അനുഭവിക്കുന്നത് പോലെ നേരിട്ട് കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തൊക്കെയാണ് മറ്റെന്തൊക്കെയുള്ളത്? സ്നേഹം അല്ലെ? നമുക്ക് സ്നേഹത്തെ കണ്ണിൽ കാണാൻ സാധിക്കും, നമുക്ക് അത് അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് കണ്ണിൽ കാണാൻ സാധിക്കില്ല അല്ലെ? സ്നേഹം, സമയം, സന്തോഷം, ദയ, സങ്കടം, മനസ്സ് തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്തതാണ്. ഇവയൊന്നും കാണാൻ കഴിയില്ലെങ്കിലും ജീവിതത്തിൽ പല തരത്തിൽ നമുക്ക് ഇവയെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കും. കണ്ണിൽ കാണാൻ കഴിയില്ലെങ്കിലും അനുഭവിച്ചറിയുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഇവിടുത്തെ ചോദ്യം അല്ലെ? അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഉത്തരങ്ങളാണ് ഈ സ്നേഹവും അതുപോലെ തന്നെ സമയവും സന്തോഷവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് എല്ലാം ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തിന്റെ ക്ലാസ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ഫസ്റ്റത്തെ പാഠത്തിന്റെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടില്ല, തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്തടുത്ത പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.